Assalamualaikum, welcome to my YouTube channel. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി പുഡിംഗ് വീഡിയോ ആക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുഡിംഗ് ആക്കുന്ന റെസിപ്പി ആക്കാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കാണലുണ്ട്. പെണ്ണ് കാണൽ വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വരുന്ന ചെറിയൊരു പരിപാടിയുണ്ട് ഞായറാഴ്ച. ഞാൻ ഈ വീഡിയോസ് പുഡിംഗ് ആക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തത് ശനിയാഴ്ചയാണ്. അങ്ങനെ ഇന്നത്തെ ആക്കിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പുഡിംഗ് എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൈന ഗ്രാസ് ഫസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് പൊളിച്ചിട്ട് ഞാൻ ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ചൈന ഗ്രാസ് മുങ്ങി വെക്കേണ്ട കണക്കായിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ വെള്ളം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പിന്നെ 3 പാക്കറ്റ് പാല്, എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ്, മിൽക്ക് മേഡ്, ബട്ടർ അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് നല്ലോണം ചൂടായതിന് ശേഷം അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ചൈന ഗ്രാസ് നല്ലോണം വറ്റിയാൽ ഇങ്ങനെ ഫുൾ വെള്ള കളർ പോലെയാവും. ഒരു ഇളനീരിൻ്റെ ചെറിയൊരു ലുക്ക് ഉണ്ടാവും. അതാകുന്നേരം നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ആക്കുന്ന പുഡിംഗ് എന്ന് വെച്ചാൽ ബട്ടർ എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റിനെ കൊണ്ട് ബട്ടർ എയറോ റൂട്ട് പുഡിംഗാണ് ഞാൻ ആക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഞ്ചസാര കാരമൽ ചെയ്യുന്നതാണ്. അത് അതിലേക്ക് ചോദിക്കണം. പിന്നെ അതുപോലെ മേലെ നമുക്ക് കുറച്ചൊരു ഷോക്കും വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും അതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഇതാക്കണം. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തിരിയില്ല. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് കണക്കായിട്ടാക്കാൻ ഞാൻ അതേപോലെ ഞാൻ അതിൻ്റെ അടുത്ത് കണക്കൊന്നും പറയുന്നില്ല എങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനെ പഞ്ചസാര നല്ലോണം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ അവിടെ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടേനും അത് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ടേനും. അങ്ങനെ നല്ലത് ചൂടാക്കി. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം ആക്കി വെച്ചിട്ട് വേണം നമുക്കൊരു 3 മണി 4 മണിക്കൊക്കെ അമ്മേൻ്റെ വീട്ടിലേക്ക് ഇന്ന് നിൽക്കാൻ വേണ്ടി പോകണേനും. പിന്നെ അത് ഞാൻ തലേന്ന് പുഡിംഗ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പിറ്റേന്ന് വന്നിട്ട് എടുക്കാമല്ലോ. കുറച്ച് അരിയെ തന്നെയാണ് വീട്. അങ്ങനെ തലേന്ന് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുഡിംഗ് ആക്കി വെച്ചിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും പിന്നെ ബദാമെല്ലാം ചേർത്തിട്ടുണ്ട്. കടലക്കയിലുണ്ടെങ്കിൽ കടലക്ക ചേർക്കാൻ. എൻ്റെ അടുത്ത് കടലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടലക്ക ചേർത്തിട്ടില്ല. അങ്ങനെ കാരമൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മേലയിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. പ്ലേറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടൂല. ഒഴിക്കാൻ ഇങ്ങനെ കുറേ പണി വെട്ടിനേനും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് മറ്റേ പ്ലേറ്റിലും വല്ലാണ്ട് കല വീണേനും ഇങ്ങനെ ഒഴുതിയിട്ടില്ല. ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചിനെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് വേഗം തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതെല്ലാം ശരിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പുഡിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേൾക്കാന്ന്. അതിന് പുഡിംഗ് ആക്കാൻ വേണ്ടി ഞാൻ 3 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. 3 പാക്കറ്റ് പാൽ ഞാൻ ഫസ്റ്റ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നില്ല. വെച്ചാൽ ഞാൻ കാരമൽ തന്നെയാണ് പഞ്ചസാര ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല ഒരു കോഫി കളർ ചിക്കു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 3 പാക്കറ്റ് പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തീ ഫസ്റ്റ് ഞാൻ കുറച്ചിട്ടാണുള്ളത്. കാരണം വെച്ചാൽ ഈ പാത്രത്തിൽ നിറച്ചു ആയിപ്പോയിന്. ഇനി പാത്രം മാറ്റേണ്ടി വരും മിക്കവാറും. നോക്കിയിട്ട് ലാസ്റ്റോടത്ത് പാത്രം മാറ്റാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഇളം ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 2 മിൽക്ക് മേഡാണ് ഞാൻ ചേർക്കുന്നത്. 2 മിൽക്ക് മേഡ് ചേർത്ത് വെച്ചിട്ട് പഞ്ചസാര തീരെ ചേർക്കുന്നില്ലല്ലോ. പിന്നെ കാരമലാണ് ഞാൻ ചേർക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ചൂടാക്കിയിട്ട് ഗോൾഡൻ കളർ ആയതിനു ശേഷമാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ഇപ്പുറം തന്നെയാണ് പഞ്ചസാര ചൂടാക്കാൻ വേണ്ടി ഞാൻ തൊട്ടിപ്പുറം തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 കഷ്ണം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഞാൻ അതേ പറഞ്ഞു ഞാൻ കണക്ക് പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതേയുള്ള ബട്ടർ വീട്ടിൽ ഒരു ബട്ടർ ഉണ്ടായിരുന്നു. അത് ഉള്ളതാണ് ഞാൻ ചേർക്കുന്നതാണ്. പിന്നെ കണക്കൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അങ്ങനെ ബട്ടർ അതിലേക്ക് ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ പഞ്ചസാര വെച്ചിട്ടുണ്ടല്ലോ. അത് നല്ല അടിപൊളിയായിട്ട് കാരമലായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാണ് ചെയ്യേണ്ടത്. നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. പണ്ടൊന്നും നമ്മൾ ആക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയി കിട്ടലൊന്നുമില്ല. ഇപ്പം നല്ല സിമ്പിളായിട്ട് വേഗം തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ വേഗം കണക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതിനും പാത്രം മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാനൊന്നും കഴിയുന്നില്ല. പിന്നെ ഇളക്കാൻ കഴിയുന്നില്ല. വല്ലാണ്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തീ കുറച്ചതിന് ശേഷം കാരമൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. കുറച്ചായിട്ട് ഒഴിക്കാം. അത് ഫസ്റ്റ് കട്ട കിട്ടുമ്പോൾ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കുകയേ ചെയ്യേണ്ട. വെച്ച് കഴിഞ്ഞാൽ ചൂടാകുന്നതിന് അത് അലിഞ്ഞു പോകും. പഞ്ചസാരല്ല സാധനം അത് അലിഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിൽ എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ഞാൻ 1 പാക്കറ്റാണ് എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഫുള്ളായിട്ടൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു 10 പീസ് ബിസ്ക്കറ്റാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു അതെല്ലാം കൂടി ഒരു മിക്സ് ആകാൻ വേണ്ടി ഒരു ചൂടായതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനിതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചിനേനും. ചൈന ഗ്രാസ് ഒഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് കറണ്ട് പോയി. പിന്നെ കറണ്ടിൻ്റെ വേഗം പോയിട്ട് എമർജൻസിയിൽ പൈതാൻ നിന്നുകൊണ്ട് പിന്നെ അത് ഒഴിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇത് ഞാൻ തണിയാൻ വേണ്ടി വെച്ചിട്ട് 2 പാത്രത്തിലേക്കായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. തണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒന്ന് മിക്സിക്ക് ഇട്ട് അടിക്കുന്ന വെച്ചാൽ ബിസ്ക്കറ്റ് ഒന്ന് അടിയാൻ വേണ്ടിയിട്ടാണ് ഒരു മിക്സിക്കകത്ത് ലാസ്റ്റ് ഇട്ട്
മിക്സിക്കകത്ത് ഇട്ടടിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്ത് ഇട്ടടിക്കണമെങ്കിൽ ഇതൊന്ന് തണിയണം. അപ്പോഴേക്ക് നമുക്കിത് ചെയ്ത് നേരത്തെ ആക്കി വെച്ച കടലക്ക കൊണ്ടായി നമുക്ക് മേലെ ഷോക്കും വേണ്ടി ഇടാൻ പറ്റുകയാണ്. ഇത് നമുക്ക് കടലാസിൽ നിന്ന് ഇങ്ങനെ ചെറുങ്ങനെ പറിച്ചിട്ട് എടുക്കാം. ഇച്ചിരി നല്ലോണം തണിയണം. തണിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കിത് ശരിക്കും കിട്ടും. ഇത് കുറച്ചും കൂടി എന്താ പറയണ്ട കട്ട പിടിക്കാനുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ പുഡിങ് എല്ലാം അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ ഇതെല്ലാം ആക്കി വെച്ച് നമ്മൾ നേരെ പോകുന്നത് അമ്മായിൻ്റെ വീട്ടിലാണ്. അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ പെട്ടെന്ന് ഒരാൾ മരിച്ചുകൊണ്ട് അവിടെ എല്ലാം പോയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടത്തേക്ക് പോകുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവിടെ പോകുമ്പോൾ നാളത്തേക്കുള്ള സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉമ്മ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെ എല്ലാം തോലെല്ലാം പൊളിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ബപ്പക്കാർ ഏൽപ്പിച്ചതിനും അവർക്ക് പിന്നെ കുറച്ച് പണി കുറഞ്ഞു കിട്ടും. നമുക്ക് പണിയെല്ലാം അവരെ കൊണ്ട് രാവിലെ ആക്കുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയണ്ട ടൈം എടുക്കുന്നതുകൊണ്ട് ഉമ്മ തന്നെ വേഗം എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ ഉണ്ട്, പിന്നെ ഇത്താത്തുണ്ട്. പിന്നെ രാത്രിത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറോട്ടി നല്ല ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതിനും പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ അതിനു ഇത് 2 ദിവസത്തെ വീഡിയോ എന്ന് ഞാൻ അതേ പറഞ്ഞു. അമ്മായിൻ്റെ അനിയത്തി നല്ല അടിപൊളിയായിട്ട് പൊറോട്ട ഇടും. അങ്ങനെ ഓരോ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഇടലാണ്. ഓരോരാൾക്ക് ഓരോരോ ഡ്യൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത് പൊറോട്ട ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആക്കുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിരിയാണിയും കോഴി പൊരിച്ചതും പാസ്തയും പൊറോട്ടയും നൂൽപുട്ടും ആണ് നമ്മൾ ആക്കുന്നത്. പിന്നെ ഓരോരാൾ ഓരോരോ വിധത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ ആക്കുന്ന പാസ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മറ്റെന്താ പറയുക വൈറ്റ് പാസ്തയാണ് ആക്കാൻ വേണ്ടിക്കിനി. പിന്നെ അതിനെക്കൊണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില്ലി പാസ്തയാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ നൂൽപുട്ടിന് എന്തോ ഒരു പണി കിട്ടിന്. അപ്പൊക്കെ ഇതാ നമ്മൾ പാത്തമ്മക്കുട്ടീനെയാണ് പെണ്ണാണാൻ വേണ്ടി വരുന്നത്. പാത്തമ്മക്കുട്ടി അപ്പൊക്കെ മൊഞ്ചത്തിയായിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഓളെ ചങ്ങായിമാർ വന്നിന്. അപ്പോൾ ഓളെ മൊഞ്ചത്തി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ബപ്പക്കാർ വന്നിട്ട് ബീഫ് ബിരിയാണി കോഴി പൊരിച്ചിട്ടെല്ലാം പോയിന്. പിന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആറ്റി കാക്കെല്ലാം കൂടി വന്ന് ആങ്ങളെല്ലാം കൂടി വന്നിട്ട് പൊരിക്കാനുള്ള കുറച്ച് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പൊരിക്കലാന്ന്. പിന്നെ നൂഡിൽസ് ഉമ്മാൻ്റെ ആങ്ങളെ ആക്കിക്കൊണ്ടാന്ന്. പിന്നെ ഊത്തപ്പം ഉണ്ടായിരുന്നു. ഊത്തപ്പം താത്ത ആക്കിക്കൊണ്ടാന്ന്. അങ്ങനെ ഓരോരാൾ ഓരോ വിധത്തിലാക്കിക്കൊണ്ടാകുന്നതുകൊണ്ട് ഫുഡ് പിന്നെ അങ്ങനെ ഓവറായിട്ട് ആക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഇതാ എല്ലാവരും ഓരോരാളായിട്ട് വരുന്നുണ്ട്. 2 ആറ്റമാറുണ്ട്, 2 ഉമ്മാൻ്റെ ആങ്ങളമാറാണ് ഫ്രണ്ടിലുള്ളത്. പിന്നെ ഇതാ ഫാത്തിമ പെണ്ണിൻ്റെ ഫ്രണ്ട്സാണിത്. ഫാത്തിമ പെണ്ണിൻ്റെ ഹീവു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ചെക്കന് ഓളെ തലേ ദിവസം കാണാൻ വേണ്ടി വന്നിട്ട് ചെക്കൻ ഗൾഫിലേക്ക് പോയിന്. ഓൾക്ക് പെട്ടെന്ന് ആയൊരു ആലോചനയാണിത്. പിന്നെ ചെക്കനിക്ക് പരിപാടിക്കൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേന്നോളെ കണ്ടുകൊണ്ട് സമാധാനമുണ്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡിന് ഞാൻ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. മറ്റേത് മൂത്താപ്പയാണ്, ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവാണ്. പിന്നെ ഊത്തപ്പാന്ന് ഇത് നമ്മൾ വന്നാൽ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇളനീറിൻ്റെ വെള്ളമാണ്. അപ്പോൾ അമ്മായിൻ്റെ ഏട്ടത്തിൻ്റെ മോൾ ഇളനീറിൻ്റെ ജ്യൂസെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടേനും. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇതെല്ലാം എടുത്തും നമുക്ക് ഒരുപാട് സമയമായതിനും. അപ്പോൾ അവർ വന്നത് ഒരു ഉച്ച ടൈമാണ്. ഒരു 1:30 മണിയാകുമ്പോൾ അവർ വന്നതിനും. അങ്ങനെ അവർ വന്ന് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് അവർ പുതിയ പെണ്ണിന് ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കേക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത്. എല്ലാവരും ഒരാൾ ഫ്രൂട്ട് മുറിക്കുന്നുണ്ട്. പിന്നെ 2 കാക്കാർ, അത് ഏട്ടനും അനിയനാണ്, റാസിക്കാക്ക റിയാസ് കാക്ക എന്ന് പറയും. പിന്നെ ഇവർ വീഡിയോക്കും വേണ്ടിയിട്ട് ഓവറായിട്ട് പണിയെടുക്കുന്നുണ്ടോ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയും കൈതച്ചക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഈ കാക്ക ലാസ്റ്റാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിപ്പോയി, എന്തോ അത്യാവശ്യത്തിൽ എവിടെ പോകാനുണ്ടായിട്ട് അതുകൊണ്ട് സ്പീഡിൽ കൈതച്ചക്കയിൽ അത് മുറിച്ചിടുന്നുണ്ട്. കണ്ടാൽ വിചാരിക്കും നിങ്ങൾ എപ്പോഴും പണിയെടുക്കുന്നത്, വെറും കുഴിമടിയാണെന്ന് വീട്ടിൽ നിന്ന് പണിയൊന്നും എടുക്കുകയും ചെയ്യില്ല. അങ്ങനെ ഒരാൾ മാങ്ങ മുറിച്ചിടുന്നുണ്ട്, ഒരാൾ കൈതച്ചക്ക മുറിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരാൾ ബിരിയാണീൻ്റെ ബിരിയാണീൻ്റെ ഇട്ടിന് ആ ദമ്മ് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ ഇവരെടുക്ക് തിന്നുന്നുണ്ട്, എടുക്ക് മുറിച്ചിടുന്നുണ്ട്. ഇവർ രണ്ടും കൂടി സാധിക്കുന്നുണ്ട്. എടുക്ക് വായിലേക്കും പോകുന്നുണ്ട്, എടുക്ക് പാത്രത്തിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ പുഡിങ്, ഇളനീർ പുഡിങ് ഉണ്ട്, കേക്കിൻ്റെ ഇതുണ്ട്, പിന്നെ കുറേ ഉണ്ട്, ബട്ടർ സ്കോച്ചിൻ്റെ ഇതുണ്ട്. പിന്നെ എന്തെല്ലാം വിധത്തിലുള്ള ഫുഡിങ് ഉണ്ട്. ഫുഡിങ്ങിൻ്റെ പേര് പറയാൻ നിന്നാൽ പിന്നെ എനിക്ക് കിട്ടലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ അവർ ഫസ്റ്റ് ആണുങ്ങന്മാർ ഫുഡ് കഴിച്ച് പിന്നെ പെണ്ണുങ്ങാരെല്ലാം ഫുഡ് കഴിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാന്ന്. പിന്നെ സാധനമെല്ലാം കണക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി നൂഡിൽസ് ഉണ്ടായിരുന്നു, ഊത്തപ്പം ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു.
എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ അവർ പോയിനേനു. അവർ ചെക്കൻ്റെ വീട്ടിലുള്ള ആൾ അങ്ങോട്ടേക്ക് പോയി, പെണ്ണിനെ മാറ്റി കൊടുക്കാക്കെല്ലാം ചെയ്ത് അവർ പോയി. പിന്നെ അവർ പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പാത്തുവിനെ മാറ്റി കൊടുത്ത വീഡിയോസും ഫോട്ടോസും പിന്നെ അവർ വരുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ചെക്കൻ്റെ വീഡിയോസ് ഇല്ല, ചെക്കൻ്റെ ചെറിയൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സപ്പോർട്ടില്ല ലൈക്ക് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.